ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അജയ് ഭൂമി വിവാഹം നടക്കുകയാണ് കേട്ടോ. എല്ലാവരും എതിർത്തുകൊണ്ട് അജയ് ഭൂമിയുടെ കഴുത്തിൽ താലി ചാർത്തുകയാണ്. അപ്പോൾ സത്യനും അതുപോലെ തന്നെ സംഗീതയ്ക്കും ഒരെത്തും പിടിയും കിട്ടണില്ലേ. കാരണം നയനനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ, നയന മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ എന്ന് പറഞ്ഞ അജയ് പിന്നീട് എന്തുകൊണ്ട് ഭൂമിയെ വിവാഹം കഴിച്ചു എന്ന് മനസ്സിലാക്കാതെ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും കേട്ടോ നമ്മുടെ സത്യനും സംഗീതയും. ഇതേ സമയം അജയുടെ അച്ഛനാണെങ്കിൽ എല്ലാവരെയും അജയ് ചതിച്ചത് കൊണ്ട് തന്നെ, അതായത് അഞ്ജനേനെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചത് കൊണ്ട് തന്നെ അജയുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ അജയോട് ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാറില്ല കേട്ടോ. അജയോട് വല്ലാത്ത ദേഷ്യം തന്നെയാണ്. ഭവാനിയും അതുപോലെ തന്നെ അഞ്ജനയും ആണെങ്കിലും തങ്ങളെ ഇതുപോലെ പറ്റിച്ചത് കൊണ്ട്, അതായത് തങ്ങളുടെ സന്തോഷം കെടുത്തിയത് കൊണ്ട്, എല്ലാവരുടെ മുൻപിൽ തങ്ങളെ നാണം കെടുത്തിയത് കൊണ്ട് അജയിനെ ഒരു പാഠം പഠിപ്പിക്കണം, അജയുടെ ജീവിതം തന്നെ നശിപ്പിക്കണം. സത്യൻ്റെ അവസ്ഥ അജയ്ക്കും ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കുടുംബമില്ലാതെ ഒരു അനാഥനെ പോലെ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭവാനിയാണെങ്കിൽ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി നടക്കുകയായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് അജയോട് സത്യൻ ചോദിക്കുന്നുണ്ട്, എടാ എന്താ ഇതിൻ്റെയൊക്കെ പിന്നിൽ? നീ എന്നോട് ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ തൻ്റെ ജീവിതത്തിൽ നയന മാത്രമേ ഉള്ളൂ, നയനയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ കൂടി കഴിയില്ല എന്ന് പറഞ്ഞ് അഞ്ജനയിൽ നിന്നുള്ള വിവാഹം നീ മുടക്കിയിട്ട് ഇപ്പൊ ഇതാ എന്തിനാ നീ ഭൂമി വിവാഹം കഴിച്ചത്? ഇതിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഇതൊക്കെ ഒരു കുട്ടിക്കളിയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? വിവാഹം എന്ന് പറയുന്നത് പവിത്രമായ ഒന്നാണ്, അതിങ്ങനെ തമാശ കളിക്കാനുള്ളതല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് ഒരു ചെറുപുഞ്ചിരിയോടെ ഒരു മറുപടിയും കൊടുക്കാതെ അജയ് പോകുമ്പോൾ സത്യം പിന്നീടും പറയുന്നുണ്ട്, നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താ? നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? നീ കാരണം എത്രമാത്രം എന്തോരം എല്ലാവരും വിഷമിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ എന്താ ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് കാണാത്തത്? ഞങ്ങൾക്കുണ്ടായിരുന്ന പഴയ അജയ് ഇങ്ങനെയല്ല, ഇത് പുതിയൊരു അജയ്യ എന്നൊക്കെ പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, അതെ വല്യമ്മാവ, ഇത് പുതിയ അജയ് തന്നെയാണ്. പക്ഷെ എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത് നിങ്ങൾ ഓരോരുത്തരും കൂടിയാണ്. നിങ്ങൾ അഞ്ജനയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹവും വാത്സല്യം, ആ ഒരു കരുതലും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? അഞ്ജനയ്ക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? എങ്കിൽ എൻ്റെ മനസ്സ് നിങ്ങൾ കണ്ടേനെ. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും പറയുന്നു നയന മാത്രമേ ഉള്ളൂ എന്ന്. അതിലേക്ക് എത്താനുള്ളൊരു വഴി മാത്രമാണ് ഭൂമി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സത്യം പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി കഴിഞ്ഞു. നിൻ്റെ പ്ലാനിങ്ങുകൾ, നാടകങ്ങളാണ് ഇതെല്ലാം തന്നെ. അഞ്ജനനെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി മറ്റൊരു വിവാഹം, അതല്ലേ നിൻ്റെ ഉദ്ദേശം? ഇനിയിപ്പോൾ ആരും വിവാഹം കഴിക്കാൻ നിർബന്ധിക്കില്ല ല്ലോ, നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ അങ്ങ് നടക്കാമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഒരു ചെറുപുഞ്ചിരിയോടെ അജയ് അവിടെ നിന്നും മാറുകയാണേ. ഇതേ സമയത്ത് സത്യൻ പറയുന്നുണ്ട്, എന്നാലും ഇവൻ്റെ ഈ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടു നിൽക്കാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെ തോന്നി? അവളെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതാണല്ലോ, എന്നിട്ട് ഇവൻ്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ പരിപാടിക്കൊക്കെ എങ്ങനെ ആ പെൺകുട്ടി നിന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയാണേ. പക്ഷേ ഭൂമിയാണെങ്കിൽ തൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് എല്ലാം ഇതൊക്കെ ചെയ്തു കൂട്ടിയതും. അത് മാത്രമല്ല തന്നെ സ്നേഹിക്കുന്ന സൗഭാഗ്യമംഗലത്തുള്ളവരെല്ലാം വെറുപ്പിച്ചതും ഒക്കെ. പക്ഷെ ഇതെല്ലാം ഓർത്ത് ഭൂമിക്ക് വല്ലാത്ത പ്രയാസവും സങ്കടവും ഉണ്ട് കേട്ടോ. എന്നാൽ സത്യനാണെങ്കിൽ ഭൂമി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. കാരണം അഞ്ജനയെ വിഷമിപ്പിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് ഭൂമി കയറി വന്നതുകൊണ്ട് തന്നെ സത്യന് ഭൂമിയോടുള്ള ആ ഒരു പഴയ സ്നേഹവും കരുതലും ഒക്കെ അങ്ങ് നഷ്ടപ്പെടുകയാണ് കേട്ടോ. അത് ഭൂമിയെ വല്ലാതെ തളർത്തുകയും ചെയ്യുന്നുണ്ട്. ഭൂമി സത്യനെ കണ്ട് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കൊരു പുതിയ അച്ഛനെ കിട്ടിയെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ആ അച്ഛൻ എന്നെ ഇപ്പോൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, എന്നോടൊന്ന് സ്നേഹത്തോടു കൂടി ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. എൻ്റെ മനസ്സിലത് വല്ലാത്ത വേദനയാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എൻ്റെ അഭിരാമിയെ പോലെയാണ് കണ്ടത്. അല്ല, അഭിരാമിയെ പോലെയല്ല, അഭിരാമിയായിട്ട് തന്നെയാണ് കണ്ടത്. അത്രമാത്രം സ്നേഹം അവൾക്ക് കൊടുക്കുന്ന അതേ സ്നേഹം ഞാൻ നിനക്കും തന്നിരുന്നു. പക്ഷേ നീ കാണിച്ചത് എന്താണ്? എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് അജയുടെ തീരുമാനങ്ങൾക്ക് നീ കൂട്ടുനിന്നില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്, എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, എന്ത് സാഹചര്യം? ഒരു പെണ്ണായിട്ട് പിറന്ന നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാമോ? നീ
തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. വിവാഹബന്ധം എന്ന് പറയുന്നത് ഒരു പവിത്രമായ ബന്ധമാണ്. അവിടെ കള്ളത്തരങ്ങൾക്കും ചതികൾക്കും ഒന്നും സ്ഥാനമില്ല. രണ്ട് മനസ്സുകൾ തമ്മിൽ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ട ആ ഒരു പവിത്രമായ ബന്ധത്തെയല്ലേ നിങ്ങൾ ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മ മാത്രമാണ്. ആ അമ്മയെ പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ മാർഗം മാത്രമാണിത്. ഒരിക്കലും ആരെയും ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അങ്ങനെ ആയി തീർന്നതാണ്. അല്ലാതെ അഞ്ജനയെ ചതിക്കണമെന്നോ അല്ലെങ്കിൽ അഞ്ജനയുടെ മനസ്സിൽ തീ കോരിയിടണമെന്നോ ഒന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിറ കണ്ണുകളോടുകൂടി ഭൂമി പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് സത്യനും സങ്കടമാവുകയാണ്. ഭൂമിയെ ചെറിയ തോതിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ സത്യനും. കാരണം ഭൂമിയുടെ അവസ്ഥ കൊണ്ടാണ് ഭൂമി ഇതിനൊക്കെ മുതിർന്നതെന്നും അജയ് എന്തെങ്കിലും ഓഫർ ഭൂമിക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഭൂമി ഈ കടുങ്കൈ ചെയ്തത്. അല്ലാതെ ഭൂമി ഒരിക്കലും ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് കാണാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ സത്യം ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഭൂമി എങ്ങനെങ്കിലും ഇവിടെ നിന്നും അടിച്ചോടിക്കണം എന്ന ലക്ഷ്യവുമായി അഞ്ജനയും ഭവാനിയും നിൽക്കുകയാണ്. അവരുടെ ഒപ്പം അജയുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിലും ഭൂമിയോടുള്ള ആ ഒരു പഴയ സ്നേഹമൊക്കെ ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയെ അത്രമാത്രം ഇവർ സ്നേഹിച്ചിട്ട് അഞ്ജനയുടെ സ്ഥാനത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്നത് അവർക്ക് ആർക്കും തന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അജയുടെ അച്ഛൻ പറയുന്നുണ്ട്, എല്ലാവരും പുന്നാരിച്ച് ഭൂമി എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് ഇപ്പം എന്തായി? എല്ലാവർക്കും എന്ത് സ്നേഹമായിരുന്നു. അവളുടെ കാര്യങ്ങളിൽ ഓരോരുത്തരും ഇടപെടുന്നു, അവളുടെ വീട്ടിലേക്ക് പോകുന്നു, എന്തൊക്കെയായിരുന്നു. ഇപ്പം അവസാനം അവൾ കാണിച്ചു കൂട്ടിയ പരിപാടി കണ്ടോ? ഇതാ പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനം നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് അജയുടെ അച്ഛനും എണീറ്റ് പോകാൻ കേട്ടോ. അങ്ങനെ എല്ലാവരുടെ മുൻപിൽ ഒരു ശകാരമൊക്കെ കേട്ട് അതുപോലെ തന്നെ നാണം കെട്ട് നിൽക്കുകയായിരിക്കും കേട്ടോ ഭൂമി. എല്ലാവരുടെ മുൻപിൽ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കും കേട്ടോ ഭൂമി. അപ്പോഴും ഭൂമി തൻ്റെ അമ്മയുടെ ഫോട്ടോ, തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇതൊക്കെ ഞാൻ സഹിക്കുന്നത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ അമ്മേനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ആരുടെ ആട്ടും തുപ്പും കേൾക്കാൻ ഈ മോൾക്ക് ഒരു മടിയും ഇല്ല അച്ഛാ. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, അത് മാത്രം മതി എനിക്ക്. അച്ഛനാണ് എൻ്റെ ലോകം. എൻ്റെ അമ്മയും അച്ഛനും അടങ്ങുന്ന ആ ഒരു ചെറിയ ലോകം മാത്രം മതി എനിക്ക്, മറ്റാരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിറ കണ്ണുകളോടുകൂടി കരയുകയാണ് കേട്ടോ ഭൂമി. ഇത് കണ്ടുകൊണ്ട് അജയ് വരികയാണ്. എന്നിട്ട് അജയ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഭൂമിയെ. താൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? താൻ സങ്കടപ്പെടാതെ, തനിക്കറിയാമല്ലോ ആർക്കും ഇഷ്ടമല്ലാതെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ ആ ഒരു വീട്ടിൽ നേരിടേണ്ടി വരുന്ന കുത്തുവാക്കുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളും. താൻ വിഷമിക്കേണ്ട. തൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ താൻ ഇവിടെയുള്ള എല്ലാവരെയും കയ്യിലെടുക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതിന് കുറച്ച് സമയം വേണം, അത്രമാത്രം. താൻ സങ്കടപ്പെടേണ്ട. ഇത് 2 ജീവിതങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമാണ്. അങ്ങനെ താൻ കരുതിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയുടെ ഫോട്ടോയുടെ അടിയിൽ ചെന്നിട്ട് അജയ് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ. നീ തിരിച്ചു വരാതെ ഇനി ഞാൻ എന്ത് ചെയ്യും? ഇതാണ് എൻ്റെ മാക്സിമം ലെവൽ. ഇതിനേക്കപ്പുറം എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അജയും സങ്കടപ്പെട്ടു പോകാൻ കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ നയനയ്ക്കും ഒരുപാട് പ്രയാസമാകുന്നുണ്ട് കേട്ടോ. കാരണം അജയ്ക്ക് നയനയോടുള്ള സ്നേഹം ഭൂമി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീത വന്നിട്ട് ഭൂമിയോട് പറയുന്നുണ്ട്, മോളെ ഇവിടെ ഉള്ളവരെല്ലാം മോളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. നീ അമ്മയ്ക്ക് അറിയാം, എന്ത് ചെയ്യാനാ? നിനക്കറിയാമല്ലോ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ. അജയ് അഞ്ജന വിവാഹം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നവും ആഗ്രഹവും ഒക്കെ ആയിരുന്നു. പക്ഷേ അവൻ അതിന് താല്പര്യമില്ല. അതിനെ എതിർത്തുകൊണ്ടാണ് അവൻ മോളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും മോളെ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. മോളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. മോൾക്ക് സങ്കടവും പ്രയാസമൊക്കെ ഉണ്ടെന്ന് ഈ അമ്മയ്ക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ? ചില കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവൂ. എൻ്റെ വാക്കിന് ഇവിടെ യാതൊരുവിധ വിലയുമില്ല. അല്ലെങ്കിൽ ഞാൻ ശബ്ദമുയർത്തിയാൽ അതാരും അംഗീകരിക്കില്ല. എനിക്ക് എൻ്റെ മകൻ്റെ ജീവിതം നോക്കാതിരിക്കാൻ കഴിയുമോ? പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരിക്കാൻ കഴിയുമോ? ഭർത്താവിൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാതിരിക്കാൻ കഴിയുമോ? അങ്ങനെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് മോളെ ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ മനസ്സ് ആരും കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ? എൻ്റെ മകൻ്റെ ഭാഗത്ത് നിൽക്കുമോ? ഭർത്താവ്
ഭർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കോ അതോ വീട്ടുകാരുടെ ഭാഗത്ത് നിൽക്കോ, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലേക്ക് മോളൂടെ വന്ന് പെട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഈ അമ്മയുടെ മനസ്സ് കാണാൻ എനിക്ക് സാധിക്കും. അമ്മ പ്രയാസപ്പെടാതെ എല്ലാം ശരിയാകും. ഇപ്പോൾ ഈ ഒരു മൂച്ചിനങ്ങ് നടക്കുന്നതേ ഉള്ളൂ. എല്ലാവരുടെ മനസ്സിൽ അഞ്ജനയോടുള്ള ഒരു അമിത സ്നേഹം കാരണമാണ് എല്ലാവരും അജയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതൊക്കെ വഴിയെ ശരിയായിക്കോളും. അഞ്ജനയുടെ വിവാഹവും എത്രയും പെട്ടെന്ന് നടത്തി തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ സംഗീത പറയുന്നുണ്ട്, അവൻ്റെ അച്ഛൻ ഇപ്പോഴും അഞ്ജനനെ അജയനെ കൊണ്ട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുക. അത് മാത്രമല്ല, എന്തായാലും ഇനി നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? അതിൻ്റെ ഇടയിൽ എനിക്ക് ചെന്ന് പറയാൻ പറ്റുമോ അഞ്ജനനെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ? അതൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഭവാനി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അജയ് തന്നെയാണ് അഞ്ജനനെ വിവാഹം കഴിക്കുന്നത്, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെയാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് പറയുമ്പോൾ അമ്മ പ്രയാസപ്പെടാതെ എല്ലാം അതിൻ്റെ രീതിയിൽ നടക്കും, ഭംഗിയായിട്ട് നടക്കും. അജയ് സാർ ആഗ്രഹിച്ച ജീവിതം തന്നെ അജയ് സാറിന് കിട്ടുമെന്ന് പറയുമ്പോൾ മോളെന്താ പറഞ്ഞത്? അത് ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭൂമിയും എണീറ്റ് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം ആണേ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഭവാനിയാണ് ഈ വീട്ടിലെ ഒരു ഏറ്റവും വലിയ ഇതെന്ന് മനസ്സിലാക്കാൻ കേട്ടോ ഭൂമി. അതായത് ഭവാനിക്കുള്ളിൽ ഒരുപാട് ദുഷ്ടതകളും ക്രൂരതകളും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും സത്യൻ്റെ ഫാമിലിയുടെ തിരോധാനത്തിന് പിൻപിൽ ഭവാനിയാണെന്നും ഒക്കെയുള്ള ഒരു സംശയങ്ങൾ ഉടലെടുക്കുകയാണ് കേട്ടോ ഭൂമിക്ക്. കാരണം അത് പലപ്പോഴായിട്ട് ഭവാനി പറയാതെ പറയുന്നത് നമ്മുടെ ഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. സത്യൻ്റെ അവസ്ഥയായിരിക്കും അജയ്ക്കും വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഭൂമി ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പിന്നിലുള്ള അന്വേഷണങ്ങളിലേക്ക് മുഴുകുകയാണ് കേട്ടോ ഭൂമി. അങ്ങനെ നമ്മുടെ സത്യൻ്റെ ഭാര്യയും മകളും നഷ്ടപ്പെട്ട ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുകയും അതുപോലെ തന്നെ അന്നത്തെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഭൂമി. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് തന്നെ കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ. അതിൽ നിന്നും അന്ന് സുമിത്ര ജീവിച്ചിരിപ്പുണ്ടെന്നും സുമിത്ര മരണപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ അഭിരാമി എന്ന പെൺകുട്ടിയാണെങ്കിലും മരണപ്പെട്ടിട്ടില്ല, അവർ രണ്ടുപേരും ജീവനോടെയുണ്ട്, ഇത് കരുതി കൂട്ടി പ്ലാൻ ചെയ്തുണ്ടാക്കിയ തിരോധാനമാണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ ഭൂമി. അങ്ങനെ ഭൂമി അവർ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം അജയിനെ പറയാണ് കേട്ടോ അജയോട്. അങ്ങനെ അജയും ഇത് കേട്ടിട്ട് താൻ പറയുന്ന സത്യമാണോ? അന്നത്തെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കൊലപാതകമോ കേസുകളോ ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു മരണവും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ അവർ രണ്ടുപേരെയും എവിടെയാണെന്ന് പോലും ഒരു ക്ലൂ ഇല്ല. ഞങ്ങൾ അന്വേഷിക്കാവുന്നതിൻ്റെ പരമാവധി അന്വേഷിച്ചതാ. ഞാൻ എൻ്റെ ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രമാത്രം ഞാൻ എഫേർട്ട് എടുത്തതാണെന്നറിയാം, പക്ഷെ അതിനൊന്നും ഫലം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തനിക്ക് ഈ വിവരങ്ങളൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കിട്ടാനാണ് പ്രയാസം, ഞാൻ ഇതിനു വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയതാ, ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ഭൂമി പറയുന്നുണ്ട്, അന്ന് ഇവിടുത്തെ സുമിത്ര ഇവിടെ നിന്ന് നഷ്ടപ്പെടുമ്പോൾ സുമിത്രനെ ആരൊക്കെയോ ചേർന്ന് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുകൊണ്ട് മറ്റൊരു വണ്ടിയിൽ കടന്നു പോവുകയായിരുന്നു സുമിത്ര. പക്ഷെ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അതിന് പിന്നിൽ എന്താണ് നടന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അജയ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അജയും ഭൂമിയും കൂടെ ഒരുമിച്ച് ചെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ അന്വേഷണം അവസാനം ചെന്നെത്തുന്നത് നമ്മുടെ എറണാകുളത്താണ്. അങ്ങനെ എറണാകുളത്ത് ചെന്ന് അവർ സുമിത്രയെ അന്വേഷിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അന്നത്തെ ആ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അവർ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും അതിനൊന്നും ഫലം കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു അമ്പലനടയിൽ നമ്മുടെ അജയും ഭൂമിയും ഇരിക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു സാധു സ്ത്രീ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ കാണുകയാണേ. അപ്പോൾ അജയ് പറയുന്നുണ്ട്, കണ്ടോ അവരെ കണ്ടോ, അവർക്ക് മനസ്സിൽ എന്തൊക്കെയോ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അവർ നമ്മൾ വരുന്നതിന് മുന്നേ ഇവിടെ വന്നതാ, കണ്ടോ അവരിരുന്ന് പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും കരയുന്നുണ്ട്, എന്തൊക്കെയോ ഭഗവാനോട് പറയുകയാണ്. എന്തല്ലേ മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനിങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ ഇതിലൊക്കെ എന്ത് സുഖമാണ് ഈശ്വരന് കിട്ടുന്നല്ലേ ഭൂമി എന്നൊക്കെ പറയുമ്പോൾ ഭൂമി പറയാണ്, ഓരോരുത്തരെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഈശ്വരൻ അവരനുഭവിക്കുന്ന
അനുഭവിക്കാനുള്ളതും കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ അനുഭവിച്ച് തീർന്നിട്ടല്ലേ പോകാൻ കഴിയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കുക, അത് മാത്രമേ നമ്മുടെ മുൻപിൽ വഴിയുള്ളൂ. ഇപ്പം നമ്മൾ തന്നെ അനുഭവിക്കുന്നത് കണ്ടോ, നമ്മളെ ഇവിടെ എത്തിച്ചത് തന്നെ എന്താണ്, നമ്മുടെ കൂടെ നിൽക്കേണ്ട അല്ലെ കൂടെ ഉണ്ടാവേണ്ട ആളുടെ തിരോധാനമല്ലേ നമ്മളെ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയാൻ കേട്ടോ ഭൂമി. അങ്ങനെ അവസാനം അജയ് ഇങ്ങനെ അവരിൽ നിന്നും ഇങ്ങനെ കണ്ണെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോഴായിരിക്കും ഭൂമിക്കൊരു സംശയം, ഇത് തങ്ങൾ തേടി വന്ന സുമിത്രയാണോ എന്ന്. അപ്പോൾ അജയോട് പറയുന്നുണ്ട്, അജയ് അങ്ങോട്ട് നോക്കിക്കേ, ഇത് വല്യമാവൻ്റെ ഭാര്യ സുമിത്രയാണോ, ഒന്ന് നോക്കിക്കേ, എനിക്ക് എന്തോ ഒരു ചായ കാച്ചൽ തോന്നുന്നു. താൻ എന്തായി പറയുന്നത്? സുമിത്ര അമ്മായിയോ? അതാവാൻ ചാൻസ് ഇല്ല. അജയ് ഒന്ന് നോക്കിക്കേ, എനിക്ക് അങ്ങനെ ഒരു സംശയം എന്ന് പറഞ്ഞ് അവരിങ്ങനെ നോക്കാൻ പോകുമ്പോൾ അവരെവിടെ കാണില്ല കേട്ടോ. അങ്ങനെ അജയും അതുപോലെ തന്നെ ഭൂമിയും ആ അമ്പലമാകെ ചുറ്റും ഓടി നടന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അവരെ കാണുകയാണെ പെട്ടെന്ന് തന്നെ അമ്മായി എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ് കേട്ടോ. ഒരു മുഷിഞ്ഞ വസ്ത്രത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും കേട്ടോ സുമിത്ര നിൽക്കുന്നത്. ആ സമയത്ത് സുമിത്ര ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അജയും ഭൂമിയും കൂടെ. നിങ്ങൾ ആരാ മക്കളെ, നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത്? അല്ല, എൻ്റെ മേലാകെ അഴുക്കാണ്, നിങ്ങൾ എന്നിൽ നിന്ന് മാറി നിന്ന് എന്നൊക്കെ പറയുമ്പോൾ അമ്മായി എന്നെ മനസ്സിലായോ അമ്മായിക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് സത്യൻ്റെ സഹോദരൻ്റെ മകനാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നീ എന്തായി പറയുന്നത്? എൻ്റെ സത്യേട്ടൻ്റെ ചോദിക്കുകയാണ്. അപ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ നമ്മുടെ സുമിത്രയ്ക്ക്. അതേ അമ്മായി, ഞാൻ സൗഭാഗ്യമംഗലത്തെ കുട്ടിയാണ്, ഞങ്ങൾ അമ്മായിയെ തിരക്കി ഇവിടെ വന്നതാ, ഇതെൻ്റെ ഭാര്യ എന്നൊക്കെ പറയാണ്. മോൻ എന്തായി പറയുന്നത്? അപ്പോൾ ഇത്രയും കാലം ഞാൻ നേർന്നത്, ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചത് അവസാനം ഫലം കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് അമ്മായിക്ക് വേണ്ടി വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു മനസ്സവിടെയുണ്ട്. അമ്മായിനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ സുമിത്ര പറഞ്ഞിട്ട്, വേണ്ട മോനെ, അതിന് ഞാൻ ഒരിക്കലും ഒരുക്കമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് ആ കുടുംബത്തിലുള്ള ഒരുത്തി തന്നെയാണ്. അവളുടെ മുൻപിലേക്ക് തിരികെ എനിക്കെത്താൻ ഭയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനും ഇനിയും വരാത്തത്. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളെ കണ്ടിട്ട് മരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എൻ്റെ സത്യേട്ടനെയും അവരുടെ മുൻപിൽ എനിക്കൊന്ന് ചെന്ന് നിൽക്കണം, അവരെ ഒന്ന് വാരിപ്പുണരണം, എന്നിട്ട് മാത്രമേ എനിക്ക് മരണം തരാവുള്ളൂ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ എൻ്റെ മകൾ ഇപ്പോൾ ജീവനോട് ഉണ്ടോ എന്ന് പോലും അറിയില്ല. അന്ന് എൻ്റെ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടതാണ് അവളെയെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ കൂടെ അവളില്ല. അവൾ എന്തെങ്കിലും തിരിച്ചു വരും, എന്നെ കണ്ടുപിടിക്കാൻ വരും എന്ന് എൻ്റെ മനസ്സ് എപ്പോഴും പറയുമായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അജയ് പറയുന്നുണ്ട്, ഇല്ല അഭിരാമി, ഇതുവരെയായിട്ടും കണ്ടു കിട്ടിയിട്ടില്ല, പക്ഷേ ഇനി അതും സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇല്ലിമായി എൻ്റെ കൂട്ടത്തിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടു ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കാനുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇതൊക്കെ ഭവാനി ഒരുക്കിയ കെണിയായിരുന്നു. ഭവാനി തന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് തന്നെ കൊല്ലാൻ ഏർപ്പാടാക്കിയതാണ്. പക്ഷെ അവിടെ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ഓടി വന്നതാണ് ഞാൻ. ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ നിൽക്കുന്നത് അവൾ ഒറ്റൊരുത്തി കാരണമാണ്. അവളുടെ പകയും വൈരാഗ്യം ഒന്നും അവസാനിക്കത്തില്ല മകനെ, അടങ്ങത്തില്ല. അതുകൊണ്ട് എനിക്ക് തിരികെ എത്താൻ പേടിയാണ്. ഞാൻ തിരികെ വന്നാൽ എൻ്റെ ഏട്ടനെ കൂടി അവൾ കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ തിരികെ വരാത്തത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് അന്തം വിട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അജയും അതുപോലെ തന്നെ ഭൂമിയും.